ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ നാളത്തേക്ക് മാറ്റി വെക്കുന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങളെ മാറ്റി വെക്കുന്നവരാണ് നിങ്ങൾ. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണെന്നറിയാമോ? ഈ ഒരു അവസ്ഥയ്ക്കാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാവരും ഉള്ളതാണ് ഒരു പരിധി വരെ. പക്ഷെ അത് അതിര് കടക്കുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും, നമ്മുടെ സക്സസ്സിനെ ബാധിക്കും, നമ്മുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും, ടൈം മാനേജ്മെൻറ്റിനെ ബാധിക്കും, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഇതുകൊണ്ടുണ്ടാകും. ഈ പ്രൊക്രാസ്റ്റിനേഷൻ്റെ കാരണങ്ങൾ പലപ്പോഴും പലതാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ എന്നതാണ്. ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത. ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ ശരിയാകുമോ എന്നൊരു ചിന്ത. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പലപ്പോഴും ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നതാണ് പ്രൊക്രാസ്റ്റിനേഷൻ്റെ ശരിയാവില്ല, വേണ്ട, പിന്നെയും തോന്നും ചെയ്യണം, ഇതെനിക്ക് ചെയ്യണം, പിന്നെ അത് മാറ്റി വെക്കും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നൊരു തോന്നൽ. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പെർഫെക്ഷനിസമാണ്. എല്ലാ കാര്യങ്ങളും ഒത്തു വന്നിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നൊരു കാര്യത്തെക്കുറിച്ച് ഉള്ള ചിന്തയാണ് മറ്റൊരു റീസൺ പ്രൊക്രാസ്റ്റിനേഷൻ. സപ്പോസ് നിങ്ങൾക്കൊരു ജോലി വേണമെന്നുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യമായിട്ടൊരു റെസ്യൂമെ ഉണ്ടാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, ജോലി തേടി ഇറങ്ങണം. പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇല്ല, എനിക്ക് ഇൻ്റർവ്യൂ നന്നായിട്ട് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് ആദ്യം എങ്ങനെ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കോച്ചിങ് നേടണം. എൻ്റെ ഇംഗ്ലീഷ് അത്ര പോരാ, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കണം. ഇങ്ങനെ പല പല കാരണങ്ങൾ. കാരണം എനിക്ക് 100% പെർഫെക്റ്റായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ഫേമസ് ആയിട്ട് ഉള്ളൊരു കോട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. യുവർ ഫസ്റ്റ് വർക്കൗട്ട് വിൽ ബി ബാഡ്, യുവർ ഫസ്റ്റ് പോഡ്കാസ്റ്റ് വിൽ ബി ബാഡ്, യുവർ ഫസ്റ്റ് വീഡിയോ വിൽ ബി ബാഡ്, യുവർ ഫസ്റ്റ് സ്പീച്ച് വിൽ ബി ബാഡ്, യുവർ ഫസ്റ്റ് എനിത്തിങ് വിൽ ബി ബാഡ്, ബട്ട് യു കാൻ മേക്ക് ദ 100th one without making your first one. അത് വളരെ സത്യസന്ധമായ കാര്യമാണ്. നമ്മുടെ ആദ്യത്തെ എന്ത് കാര്യങ്ങളും അത്ര നന്നാവണമെന്നില്ല. പക്ഷേ 100ാമത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നേന്ന് തുടങ്ങിയേ പറ്റുള്ളൂ. 1 ചെയ്താലേ 2ലേക്ക് പോകാൻ പറ്റുള്ളൂ, 2 ചെയ്താലേ 3ലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഇത് ശരിയാകുമോ, ഫിയർ ഓഫ് ഫെയിലിയർ, ഇതിന് കാരണം കൊണ്ട് നമ്മൾ ഇത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കത്തില്ല. നമ്മുടെ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കത്തില്ല. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസിനെസ് ആണ്. ഒരു ഫീലില്ല, ലേസിനെസ്. ഈ ലേസിനെസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷനാണ്. ചിലർക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് പുഷ് ചെയ്യണം എന്നാൽ മാത്രമേ ഒരു കാര്യം ചെയ്യത്തുള്ളൂ. ലാക്ക് ഓഫ് മോട്ടിവേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ആ ഒരു ലേസിനെസ് എന്ന് പറയുന്നത്. അതൊരു കാര്യം, അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നല്ലൊരു മോട്ടിവേറ്റർ ഉണ്ടെങ്കിൽ നമുക്കത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, അവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്കിൻ്റെ സൈസ് കണ്ടിട്ട് നമ്മൾ ഭയപ്പെട്ടു പോകുന്നത്. what it is called feeling overwhelmed by the size or difficulties. ഒരു ടാസ്കിൻ്റെ സൈസ് കണ്ടിട്ട് ഇത് വലിയൊരു ടാസ്ക്കാണ്, ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു തോന്നൽ. ഇതാണ് മറ്റൊരു റീസൺ. ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക്, അതിരിക്കട്ടെ, ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത്. പക്ഷേ ഈ പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അത് ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ടാസ്കുകളെ ഒരു സ്മോളർ സ്റ്റെപ്സായിട്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്റ്റെപ്സ്
ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആയിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുക. നമുക്കൊരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പല പല സ്റ്റെപ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പ് അടുത്ത ദിവസം ചെയ്യുക, മൂന്നാമത്തെ സ്റ്റെപ്പ് അടുത്ത ദിവസം ചെയ്യുക. സപ്പോസ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ജോബിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് നിങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് പോവുക, ആരാണ് നന്നായിട്ട് സി വി ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് ഒരു സി വി എടുപ്പിക്കുക, തിരിച്ചു വരിക. പിറ്റേ ദിവസം ആയിക്കോട്ടെ, നിങ്ങൾ അടുത്തെവിടെയെങ്കിലും ഒരു ഏജൻസീസ് ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുക. മൂന്നാമത്തെ ദിവസം ആയിക്കോട്ടെ, എന്താ ചെയ്യുക, നിങ്ങൾക്ക് ഓൺലൈനിൽ ഏതെങ്കിലും ജോബ് സൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ടാസ്ക് ചെറിയ രീതിയിൽ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു വർക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ ഒരു 20 to 25 മിനിറ്റ്സ് ഒരു വർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ബ്രേക്ക് എടുക്കുക, 5 മിനിറ്റോ മറ്റോ ബ്രേക്ക് എടുക്കുക. പക്ഷേ ആ കറക്റ്റ് 5 മിനിറ്റിന് ശേഷം വീണ്ടും നമ്മൾ ടാസ്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. കുറേ നമുക്ക് ടാസ്ക് ഉണ്ടെങ്കിൽ അതിലേതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് കണ്ടെത്തുക. പ്രയോറിറ്റി ബേസിസ്, ഒന്നാമത് ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത്, മൂന്നാമത് ചെയ്യേണ്ടത്, ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് കഴിവതും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ആദ്യം തന്നെ വയ്ക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അത് ചെയ്ത് തീർത്തതിന് ശേഷം അടുത്ത ടാസ്കിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് ടാസ്കിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് ടാസ്ക് 1 by 1 ആയിട്ട് തീർക്കാനായിട്ട് പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻ. നമുക്കുണ്ടാകാവുന്ന ശല്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിവതും ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു പ്ലേസ് ഒഴിവാക്കുക. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പർട്ടിക്കുലർ ഒരു വർക്ക് പ്ലേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊരു സ്റ്റുഡൻ്റാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക റൂം കണ്ടെത്തുക എന്നുള്ളതാണ്. ആൾക്കാരെപ്പോഴും കടന്നു പോകാത്ത, ഇപ്പോൾ ഹാളിലൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. സിറ്റൗട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ വഴി പോകുന്നവരെല്ലാം ടാറ്റ കാണിക്കും. അപ്പം ഇതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻ എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പ്, നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റി വെക്കാനായിട്ടുള്ളത്. അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗോള് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്താണ്? എയിം ദാറ്റ് റിയലിസ്റ്റിക് ഗോൾ. നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന റിവാർഡുകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ, സപ്പോസ് ഒരു ഈ ടാസ്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്താണ്, നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു ആനന്ദത്തെക്കുറിച്ച് ആലോചിക്കുക. അപ്പം നമുക്ക് അത് മാറ്റി വയ്ക്കാതെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ നമുക്ക് ലഭിക്കും. പിന്നെ എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പ്രോഗ്രസ്സിനെ ആയിരിക്കണം, പെർഫെക്ഷനെ ആയിരിക്കരുത്. നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തു, സപ്പോസ് നിങ്ങൾ ഡെയിലി ഓടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചെന്ന് വെച്ചോ, ഓടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്നു, ഒരു 10,000 സ്റ്റെപ്പ് സെറ്റ് ചെയ്യുന്നു എന്ന് വെച്ചു. പക്ഷേ ഈ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമൊക്കെ 10,000 സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തു എന്ന് വെച്ചു. മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, 5,000 ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, എനിക്ക് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ? കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രൊക്രാസ്റ്റിനേഷൻ നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു കൺസിസ്റ്റൻസി നമ്മുടെ വർക്കിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ട്. പെർഫെക്ഷൻ നോക്കണ്ട, 10,000 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല സ്റ്റെപ്പ്, പക്ഷേ 3 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കുറേ സ്റ്റെപ്സ് എങ്കിലും ചെയ്യാനായിട്ട് സാധിച്ചു, എനിക്ക് നടക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമുക്ക് ആ ഒരു പ്രോഗ്രഷൻ, നമുക്ക് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു
പ്രൊക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്തെന്ന് വെച്ചു. സാധാരണഗതിയിൽ നേരത്തേക്കാൾ നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെക്കുന്നത് ഒഴിവാക്കി നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ തുടങ്ങിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് റിവാർഡ് ചെയ്യണം. സപ്പോസ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ഓക്കെ, ഞാൻ ഈ വർക്ക് ഇത്ര സമയം കൊണ്ട് തീർക്കും, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് തീർക്കും. ആ തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ട്രീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് പുറത്ത് പോകാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവി കാണാം, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, ഏറ്റവും അടുത്തൊരു സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു റിവാർഡാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിയെടുക്കാം, നല്ലൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊക്രാസ്റ്റിനേഷൻ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് നമ്മുടെ ടൈം കണ്ടമാനം കൺസ്യൂം ചെയ്യും. നമ്മുടെ ലൈഫിൻ്റെ നല്ലൊരു ശതമാനം പ്രൊക്രാസ്റ്റിനേഷൻ കൊണ്ടുപോകും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ ടാസ്കും ഒന്ന് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊക്രാസ്റ്റിനേഷൻ ഉള്ള അവസ്ഥ മാറ്റി നല്ലൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഏറ്റവും അടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.